ഒറ്റ സ്വീകരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തുളസി ചേട്ടൻ ചന്ദ്രമോഹൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പ്രസന്നയെ വിളിക്കുകയാണ്. പ്രസന്ന മുഖം വീക്കിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പ്രസന്ന അങ്ങനെ പറയും കേട്ടോ. ഇവിടെയുള്ള എല്ലാവരോടും പറയുമ്പോൾ ആരും വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് ആകെ മൊത്തം നാണക്കേടായി എന്നിങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ തുളസിച്ചേട്ടൻ പ്രസന്നയുടെ സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ പോയി അകത്ത് പോയി ചായ എടുത്തിട്ട് വായോ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പ്രസന്ന പോകുമ്പോൾ നമ്മുടെ മീനാക്ഷി ഇങ്ങനെ കുഞ്ഞിനെ കരഞ്ഞുകൊണ്ട് ലാളിക്കുന്നുണ്ടാവും കേട്ടോ. എൻ്റെ പൊന്നുമോളെ പറഞ്ഞിട്ട് ഇങ്ങനെ ലാളിക്കുന്നുണ്ടോ. അത് കാണുമ്പോൾ തന്നെ പ്രസന്നയ്ക്കൊരു വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേസമയം ചന്ദ്രമോഹനും തുളസിച്ചേട്ടനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മൂപ്പർക്ക് എങ്ങനെയുണ്ട്, സൂക്കടമൊക്കെ മാറിയോ എന്നെല്ലാം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരിക്കലും അവരുടെ സ്വഭാവത്തിന് മാറ്റമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസന്ന ചായ കൊണ്ടുവരികയാണ് കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീനാക്ഷിയെ വിളിക്കുകയാണ് കേട്ടോ. മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് വായോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മീനാക്ഷിയെ വിളിക്കുകയാണ്. മീനാക്ഷി കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. കുഞ്ഞിനെയും കൊണ്ട് വരുന്ന സമയത്ത് തന്നെ മീനാക്ഷിയെ കണ്ടതും ചന്ദ്രമോഹൻ പറയും, കലങ്ങിയ കണ്ണുകളോട് കൂടിയിട്ടാണ് മീനാക്ഷി വരുന്നത് കേട്ടോ. എന്ത് പറ്റി മീനാക്ഷി, ആകെ മൊത്തം ക്ഷീണിച്ചല്ലോ എന്ന് പറയണം കേട്ടോ. എൻ്റെ മോളെ കൊണ്ടുപോകണ കാര്യം ആലോചിച്ചിട്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ അവിടേക്ക് ഫിലോമിന വരുന്നുണ്ട് കേട്ടോ. ഫിലോമിന വരുമ്പോൾ ഇപ്പം ഇങ്ങനെ ചോദിക്കും, ചന്ദ്രമോഹൻ സാറെ കണ്ടപ്പോൾ ഇതാണോ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനാണോ അതോ പൈസൻ്റെ ഇടപാടാണോ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ തുളസി ചേട്ടൻ ഇങ്ങനെ പറയുകയാണ്, ഇല്ല ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ ഇത്തിരി വേറെ സംസാരിക്കാനുണ്ട്, ഫിലോമിന പോയിട്ട് പിന്നെ വായോ എന്നിങ്ങനെ പറയും കേട്ടോ. ഫിലോമിന പുറത്തിറങ്ങിയിട്ട് പറയും, ഓ ഒരു കുടുംബക്കാർ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് നമ്മുടെ മീനാക്ഷി വരികയാണ്. മീനാക്ഷി വന്നതിന് ശേഷം ചന്ദ്രമോഹനോട് ചോദിക്കുകയാണ്, അവിടെ പിന്നെ അമ്മയില്ല, അമ്മ മരിച്ചുപോയി, സാറാണെങ്കിൽ വയ്യാതെയും കിടക്കുകയാണ്, സാറിൻ്റെ അസുഖമൊക്കെ മാറിയോ ചോദിക്കും. ഇല്ല മാറിയിട്ടില്ല, 3 മാസം കോമയിലായിരുന്നു, ഇപ്പോഴാണെങ്കിൽ 2 കാലും വീൽ ചെയറിലാണ് നടക്കുന്നത് എന്ന് പറയും. പിന്നെ കുഞ്ഞിനെ ആര് നോക്കും എന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ ചിൽഡ്രൻസ് ഹോമിലാക്കാനാണ് തീരുമാനം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടതേ മീനാക്ഷിക്കാകെ സങ്കടം ഇതൊക്കെ വരികയാണ്. ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ വിട്ടുതരില്ല. മീനാക്ഷിക്ക് ആകെ മൊത്തം കലി വരികയാണ് കേട്ടോ. അവൾക്കൊരു അമ്മയുണ്ട്, അതേപോലെ അവൾക്കൊരു അച്ഛനും ഉണ്ട്. അവളുടെ അച്ഛൻ എഴുന്നേറ്റ് വരട്ടെ, അത് വരാതെ ഞാൻ കുഞ്ഞിനെ തരില്ല, അല്ലാതെ അവൾ അനാഥയല്ല, ഞാൻ ഒരിക്കലും തരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. തുളസി ചേട്ടനും അതുപോലെ തന്നെ ചന്ദ്രമേഖൻ സാറും പ്രസന്ന എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, മോളെ അവരുടെ കുഞ്ഞല്ലേ, കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാധ്യത കഴിഞ്ഞല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ആര് പറഞ്ഞിട്ടും മീനാക്ഷി കേൾക്കുന്നത്. മീനാക്ഷി പറയണം, അവൾക്ക് അമ്മയുണ്ട്, അവൾ അനാഥയല്ല, അവളുടെ അച്ഛനും ഉണ്ട്, അവളുടെ അച്ഛൻ വരട്ടെ എന്നിട്ട് ഞാൻ ഏൽപ്പിക്കാമെന്നിങ്ങനെ പറയണം കേട്ടോ. ആകെ മൊത്തം 2 പേർക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമോഹൻ സാറാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളുടെ കഷ്ടപ്പാട് ആലോചിച്ചിട്ടാണ്, കല്യാണം കഴിയാത്തൊരു കുഞ്ഞാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, ആ കുഞ്ഞിനെ ചിൽഡ്രൻസ് ഹോമിലാക്കുക എന്ന് പറഞ്ഞിട്ട് സാറുടെ അസുഖമൊക്കെ മാറിയതിന് ശേഷം അവളെ കൊണ്ടുപോകും എന്നാണ് പറയുമ്പോൾ മീനാക്ഷി ഒരു തരത്തിലും അടുക്കുന്നില്ല കേട്ടോ. അതേസമയം ചന്ദ്രമോഹൻ ബാഗ് പോയിട്ട് 2 കെട്ട് പൈസ എടുത്തു കൊണ്ടുവന്ന് വെക്കാൻ കേട്ടോ. ഒരു 2 ലക്ഷം രൂപയുണ്ടാകും. അത് കാണുമ്പോൾ തുളസി ചേട്ടൻ അത് എടുക്കണം എന്നുണ്ടാകും. പക്ഷേ പെട്ടെന്ന് തന്നെ മീനാക്ഷി വരും, ഈ പൈസ അവിടെ എന്തായാലും വേണ്ട. അതിനു മുമ്പ് തന്നെ ചന്ദ്രമോഹൻ പറയുന്നുണ്ട് കേട്ടോ, മീനാക്ഷിക്കും കുഞ്ഞിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് അവരുടെ ചിലവിന് വേണ്ടിയിട്ടുള്ള പൈസയാണ് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. മീനാക്ഷി വന്ന് ചോദിക്കും, ഈ പൈസ ആരാ തന്നത്, അവളുടെ അച്ഛനാണോ തന്നത് എന്ന് ചോദിക്കുക. അല്ല, അപ്പോൾ ഒരിക്കലും ഈ പൈസ വേണ്ട, ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതേ ഒരു തെറ്റാണ്, അത് എൻ്റെ മോളുടെ പൈസ ഞാൻ എന്തെങ്കിലും എനിക്ക് തരാൻ സാധിക്കുമ്പോൾ ഞാൻ ആ പൈസ തരും, ഈ പൈസ വേണ്ട, ഈ പൈസ നിങ്ങൾ എടുക്കണം, ഈ പൈസൻ്റെ ആവശ്യമില്ല, എനിക്കും എൻ്റെ മോൾക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. ആകെ മൊത്തം തുളസിച്ചേട്ടൻ ആകെ മൊത്തം ഇവള് എന്തൊരു ജന്മമാണ് എന്നിങ്ങനെ ആലോചിക്കണം കേട്ടോ. കുഞ്ഞിനെയും കൊടുക്കണില്ല, പൈസയും വാങ്ങണില്ല എന്നുള്ള തരത്തിൽ നോക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ പ്രസന്നയും ചന്ദ്രമോഹനും മടിച്ച് നിൽക്കുകയാണ്. ആ പൈസ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. മീനാക്ഷി ആകെ ദേഷ്യം കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് തരാനുള്ള ഓരോ പൈസയും ഞാൻ തന്നിരിക്കും എന്നിങ്ങനെ മീനാക്ഷി പറയും.